പ്രിയമുള്ളവരെ, നാം എല്ലാവരും സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ബ്രെഡ്. ബ്രെഡുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരാതികൾ വരാറുണ്ട്. സാധാരണഗതിയിൽ നേരത്തെ വന്നിരുന്നൊരു പരാതി പൂപ്പൽ ഉള്ള ബ്രെഡ് ലഭിച്ചു എന്നുള്ളതായിരുന്നു. എന്നാൽ ഈയിടെയായിട്ട് ലഭിക്കുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ, വാങ്ങുന്ന ബ്രെഡ് ഒരാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അതിൽ യാതൊരു തരത്തിലുള്ള പൂപ്പൽ ബാധയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഭക്ഷ്യവസ്തുക്കളിൽ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ വളർച്ചയെ തടഞ്ഞുകൊണ്ട് ആ ഭക്ഷ്യവസ്തുവിൻ്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് ഭക്ഷ്യവസ്തുവിൻ്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഭക്ഷ്യവസ്തുക്കളിൽ ചേർത്ത് വരുന്ന ഫുഡ് അഡിക്റ്റീവാണ് സിന്തറ്റിക് പ്രിസർവേറ്റീവ്സുകൾ. ഈ സിന്തറ്റിക് പ്രിസർവേറ്റീവ്സുകൾ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാൻ അനുമതിയുള്ളപ്പോൾ തന്നെ അതിന് കൃത്യമായിട്ട് ഒരു അളവ് പറയുന്നുണ്ട്. അനുവദനീയമായ അളവിൽ മാത്രമേ ഇത്തരത്തിലുള്ള സിന്തറ്റിക് പ്രിസർവേറ്റീവുകൾ ചേർക്കാൻ അനുമതിയുള്ളൂ. കാരണം ഇവ ഭക്ഷ്യവസ്തുക്കളിൽ കൂടുതലായി ചേർത്ത് കഴിഞ്ഞാൽ അത് ശരീരത്തെ പ്രതികൂലമായി ബാധിക്കും. ഇത്തരത്തിലുള്ള സിന്തറ്റിക് പ്രിസർവേറ്റീവ്സുകൾ ഭക്ഷ്യവസ്തുക്കളിൽ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ മൈക്രോ ഓർഗാനിസംസിൻ്റെ വളർച്ചയെ തടയുന്നവയാണ് എന്നതുപോലെ തന്നെ ഇവ അമിതമായ അളവിൽ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്റ്റൈനകത്തുള്ള ഗട്ട് മൈക്രോബയോംസ് ഉണ്ട്, നമ്മുടെ ശരീരത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള, നമ്മുടെ ശരീരത്തിലെ ദഹന വ്യവസ്ഥയെ സഹായിക്കുന്ന, ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്ന, ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയകൾ അടങ്ങിയ ഗട്ട് മൈക്രോബയോമിൻ്റെ ഹെൽത്തിനെ ഇത്തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് പ്രതികൂലമായി ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ പ്രിസർവേറ്റീവ്സിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഗട്ട് മൈക്രോബയോംസിനെ പ്രതികൂലമായി ബാധിക്കുകയും ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ താറുമാറാക്കുകയും ചെയ്യും. ചില പ്രിസർവേറ്റീവ്സുകൾ നമ്മുടെ ബോഡിയിൽ അധികമായി എത്തിക്കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസിന് കാരണമാകും. ഹൈവ്സ്, അർട്ടിക്കേരിയ തുടങ്ങിയ തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജിക് റിയാക്ഷൻസ്, ചൊറിച്ചിൽ, സ്കിൻ റാഷസ് തുടങ്ങിയ പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസിനും ഇത്തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് അമിതമായി ബോഡിയിലെത്തിയാൽ കാരണമാകും. ചില പ്രിസർവേറ്റീവ്സ് ബോഡിയിൽ അമിതമായി എത്തിക്കഴിഞ്ഞാൽ അവ മെറ്റബോളിക് ഡിസ്റപ്റ്ററായി പ്രവർത്തിക്കുകയും ശരീരത്തിൻ്റെ മെറ്റബോളിക് സിസ്റ്റത്തെ താറുമാറാക്കുകയും ചെയ്യും. അത് പലപ്പോഴും ഹൈപ്പർ ഗ്ലൈസീമിയക്ക് കാരണമാകുകയും ഡയബറ്റീസ്, ഒബസിറ്റി തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രിസർവേറ്റീവ്സ് ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുമ്പോൾ അനുവദനീയമായ അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അനുവദനീയമായ അളവിൽ കൂടുതൽ പ്രിസർവേറ്റീവ്സ് ഭക്ഷണത്തിൽ ചേർക്കുന്നതും അനുവദനീയമല്ലാത്ത പ്രിസർവേറ്റീവ്സ് ഭക്ഷണത്തിൽ ചേർക്കുന്നതും 3 മാസം വരെ ജയിൽ ശിക്ഷയും 3 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് മനസ്സിലാക്കുക. ബ്രെഡിൽ അനുവദനീയമായ ഫുഡ് പ്രിസർവേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1. കാൽസ്യം പ്രൊപ്പിയോണേറ്റ് അല്ലെങ്കിൽ സോഡിയം പ്രൊപ്പിയോണേറ്റ്. ഇവ ബ്രെഡിൽ ചേർക്കാൻ അനുമതിയുള്ളത് പരമാവധി 1 കിലോഗ്രാമിലേക്ക് 5 ഗ്രാം മാത്രമാണ്. മറ്റൊന്ന് സോർബിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം അല്ലെങ്കിൽ കാൽഷ്യം സാൾട്ട് ഓഫ് സോർബിക് ആസിഡ്. ഇവ ബ്രെഡിൽ ചേർക്കാൻ അനുമതിയുള്ളത് 1 കിലോഗ്രാമിലേക്ക് പരമാവധി 1 ഗ്രാം മാത്രമാണ്. മറ്റൊരു പ്രിസർവേറ്റീവ്സ് ആസിഡ് കാൽസ്യം ഫോസ്ഫേറ്റ്. ഇത് പരമാവധി 1 കിലോഗ്രാമിലേക്ക് 10 ഗ്രാം മാത്രമാണ് ചേർക്കാൻ അനുമതിയുള്ളത്. മറ്റൊന്ന് സോഡിയം ഡൈ അസറ്റേറ്റ്. ഇത് 1 കിലോഗ്രാമിലേക്ക് 4 ഗ്രാം മാത്രമാണ് പരമാവധി ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് ആസിഡ് സോഡിയം പൈറോഫോസ്ഫേറ്റ്. ഇത് 1 കിലോഗ്രാമിലേക്ക് 5 ഗ്രാം മാത്രമാണ് പരമാവധി ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രിസർവേറ്റീവ്സിന് പുറമെ മറ്റു പലതരത്തിലുള്ള ഫുഡ് അഡിറ്റീവ്സും ബ്രെഡിൽ ചേർത്ത് വരുന്നുണ്ട്. അസിഡിറ്റി റെഗുലേറ്റേഴ്സ്, ഇമൽസിഫയിങ് ഓർ സ്റ്റെബിലൈസിങ് ഏജൻറ്റ്, ഇംപ്രൂവേഴ്സ്, ഫ്ലോർ ട്രീറ്റ്മെൻറ്റ് ഏജൻറ്റ്സ്, ആൻറ്റി ഓക്സിഡൻറ്റ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, ലീവനിങ് ഏജൻറ്റ്സ് തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്ന ഒട്ടനവധി ഫുഡ് അഡിറ്റീവ്സ്, ഫുഡ് പ്രിസർവേറ്റീവ്സിന് പുറമെ ബ്രെഡിൽ ചേർത്ത് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫുഡ് അഡിറ്റീവ്സ് എല്ലാം അവയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള അളവിൽ മാത്രമേ ചേർക്കാവൂ. ഈ വീഡിയോയിൽ ഫുഡ് പ്രിസർവേറ്റീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ബ്രെഡിൽ ചേർത്ത് വരുന്ന മറ്റ് ഫുഡ് അഡിറ്റീവ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ബ്രെഡ് ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കുമ്പോൾ, സിന്തറ്റിക് ഫുഡ് പ്രിസർവേറ്റീവ് ചേർക്കുമ്പോൾ അവ അനുവദിക്കപ്പെട്ട അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അനുവദിക്കപ്പെട്ട അളവിൽ കൂടുതൽ ചേർക്കുമ്പോഴാണ് 4 ദിവസം മാത്രം ഷെൽഫ് ലൈഫ് ലഭിക്കുന്ന ബ്രെഡ് ഒരാഴ്ച കഴിഞ്ഞിട്ടും കേടാവാതെ നിൽക്കുന്നത്. ഇത്തരത്തിൽ ഫുഡ് പ്രിസർവേറ്റീവ്സ് കൂടുതലായി ചേർത്ത് കഴിഞ്ഞാൽ ബ്രെഡിനകത്ത് ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവയുടെ ഗ്രോത്തിനെ തടയുമെങ്കിലും ബ്രെഡ് കേടാവാതെ കൂടുതൽ കാലം നിലനിൽക്കുമെങ്കിലും അത്തരത്തിലുള്ള ബ്രെഡ് കഴിച്ചു കഴിഞ്ഞാൽ അവയിൽ അടങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് നമ്മുടെ ബോഡിക്കകത്തുള്ള ഗട്ട് മൈക്രോബയോംസിനെ പ്രതികൂലമായി ബാധിക്കുകയും ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും.
അതുകൊണ്ട് തന്നെ അനുവദിക്കപ്പെട്ട അളവിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഫുഡ് പ്രിസർവേറ്റീവ്സ് ബ്രെഡിൽ ചേർക്കാൻ പാടുള്ളൂ. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്